കേരളത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം തുടർക്കഥയാവുകയാണ്. കണ്ണൂരിൽ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനെ പൂട്ടിയിട്ട് കവർച്ച നടത്തിയതാണ് ഒടുവിലത്തെ സംഭവം. ക്ഷേത്ര ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും മോഷ്ടാവ് തകർത്തു. ചാലാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുലർച്ചെ 1 മണിയോടെയാണ് കവർച്ച നടന്നത്. ഏകദേശം 20,000 രൂപ മോഷണം പോയതായി ടൗൺ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. മോഷണത്തിന് ശേഷം തൊട്ടടുത്ത വീട്ടിലെത്തി കള്ളൻ വസ്ത്രം മാറിയാണ് സ്ഥലം വിട്ടത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഗേറ്റ് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് അകത്തെ മുറിയിലുണ്ടായിരുന്ന ക്ഷേത്രം സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ടാണ് മോഷണം നടത്തിയത്. പിക്കാസുമായി അകത്ത് കയറിയ മോഷ്ടാവ് നേരെ ക്ഷേത്രത്തിനകത്തെ വഴിപാട് കൗണ്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി. തുടർന്ന് മേശവലിപ്പ് കുത്തി തുറന്നായിരുന്നു വഴിപാടിന് ലഭിച്ച പണം ഉൾപ്പെടെ മോഷ്ടിച്ചത്. പിന്നീട് ചുറ്റമ്പലത്തിന്റെ പുറത്തുള്ള പ്രധാന ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തെങ്കിലും പണം കവരാൻ സാധിച്ചില്ല. ഇതിനിടെ ക്ഷേത്രനടയിലെ പൂട്ടിയിട്ടിരുന്ന മേശയും കുത്തി തുറന്നു. വഴിപാട് കൗണ്ടറിന് സമീപത്തെ ഭണ്ഡാരം തകർത്തും പണം മോഷ്ടിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പിൻവശത്തുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കുന്നതിനിടെയാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ മുറി തള്ളി തുറന്ന് പുറത്തെത്തിയത്. മോഷ്ടാവും സെക്യൂരിറ്റി ജീവനക്കാരനുമായി മൽപ്പിടുത്തമുണ്ടായി. ഒടുവിൽ ജീവനക്കാരനെ തള്ളിമാറ്റി മോഷ്ടാവ് പിൻവശത്തെ മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാവിന്റെ 2 ടോർച്ചുകൾ ക്ഷേത്രത്തിനകത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മോഷണത്തിന് ശേഷം തൊട്ടടുത്ത വീട്ടിലെത്തി വസ്ത്രം മാറിയാണ് കള്ളൻ സ്ഥലം വിട്ടത്. ഫോറൻസിക് സംഘം സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ASP അഭിഷേക് ഷിറ, ടൗൺ SI ജിഷ്ണു തുടങ്ങിയവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.